വലിയ വലിയ പ്രൊഡക്റ്റൊക്കെ അതുപോലെ പാക്ക് ചെയ്യുന്ന മെഷീൻസാണ് ഈ കാണുന്നത്. മാനിട്ടോ ഇതൊക്കെ ജപ്പാൻ മെഷീൻസാണ്. இந்த வெஹிக்கிள் வந்து ஆன் ரோட் ரெஜிஸ்ட்ரேஷன் மாடல் லோடர் வெஹிக்கிள். லோடர் வெஹிக்கிள் 2 டைப்ஸ் இருக்கு. ഫെയർ ഇൻ്റർനാഷണൽ ഫെയർ സെൻറ്ററിൻ്റെ ഗേറ്റ് കവാടാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഇപ്പോൾ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ട് വുഡ് ടെക്സ്റ്റൈൽ സംബന്ധമായിട്ട് എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് അങ്ങനത്തെ ഓട്ടോമേഷൻ അങ്ങനത്തെ എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. അങ്ങോട്ടേക്ക് പോവാം. ഹലോ, ഇന്ന് കോയമ്പത്തൂരിന് ജസ്റ്റ് ഒരു 13 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൊഡീസിയ എന്ന് പറയുന്ന ഒരു ഫെയർ കോംപ്ലക്സ് ഉണ്ട്. ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര ഫേമസും ആണ്. ഒരുപാട് പിന്നെ കോംപ്ലക്സുകൾ ഇതങ്ങളുടെ ചുറ്റും കാണും. ഒരുപാടുണ്ട്. 1, 2, 3, 4, 5 ഒരുപാട് എക്സിബിഷൻ ഹാളുകളാണ്. ABCDEF എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ 1, 2 നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരുമിച്ച്. പക്ഷേ ഇത് ഒരുപാട് ഹാളുകൾ ഇങ്ങനെ ഈ ഏരിയയിൽ ഫുള്ളുള്ള. അപ്പോൾ ഇതിലാണ് കൊഡീസിയ ട്രേഡ് ഫെയർ എന്നാണ് ഇതിൻ്റെ ഫെയർ കോംപ്ലക്സ് എന്ന് അതിനറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന എക്സിബിഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വെയർ ഹൗസ്, മെറ്റീരിയൽ ഹാൻഡ്ലിങ്, സ്റ്റോറേജ്, ലോജിസ്റ്റിക്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ സപ്ലൈ ചെയിൻ, അങ്ങനത്തെ, പിന്നെ റോബോട്ടിക് ഉണ്ട്, ഓട്ടോമേഷൻ ഉണ്ട്. അപ്പോൾ അത് കാണാനാണ് ഇപ്പം വന്നത്. അതാണ് കൊഡീസിയ ട്രേഡ് ഫെയർ കോംപ്ലക്സിൻ്റെ ഈ ഹാൾ ബി ആണിത്. ഹാൾ ബി ആണ് നമ്മൾ കാണുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് പോയാൽ ഹാൾ സി, അത് ഹാൾ സി. പിന്നെ ആൾ ഹെഫ് അതാ കാണുന്നത്. പിന്നെ അവിടെ വേറെ ഹാളുണ്ട്. അങ്ങനെ കുറേ ഹാളുകൾ വേറെ സെപ്പറേറ്റ് വലിയ വലിയ കോംപ്ലക്സുകളാണുള്ളത്. ഇതൊക്കെ ട്രേഡ് ഫെയർ മാസത്തിൽ 10-20 ദിവസങ്ങളോളം ഇവിടെ ട്രേഡ് ഫെയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ, ഇന്ന് ലാസ്റ്റാണ് 3 ദിവസമല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് ഫെയർ ആണ് ഇവിടെ നടക്കുന്നത്. കാരണം ഏറ്റവും വലിയ പിന്നെ പ്രൊഡക്റ്റിൻ്റെ എക്സിബിഷന് അതിൻ്റെ കമ്പനികൾ, അതിൻ്റെ ഓണേഴ്സ് ഒക്കെ വരുന്ന എക്സിബിഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ എൻട്രി ഫ്രീ ആണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഇതില്ലേ, ഇത് QR കോഡ് സ്കാൻ ചെയ്യും. ഇത് കണ്ടില്ല, ആൾക്കാർ സ്കാൻ ചെയ്തതിന് ശേഷം ആ QR കോഡിൽ നിന്ന് രജിസ്ട്രേഷൻ ഫോം വരും. അത് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഇമെയിൽ ID, ശേഷം ഇവിടെ ഇത് QR കോഡിൽ ഇതാ കണ്ടോ, അപ്പോൾ QR വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി. ഇതല്ലേ, അപ്പോൾ അവിടെ ബാഡ്ജ് വരും. അപ്പം അതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ഒരു ഇത് ഒന്ന് തരിക ചെയ്യവരതിൻ്റെ കൂടെ. ആള് രജിസ്ട്രേഷൻ ബാഡ്ജൊക്കെ ഇട്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നുണ്ടല്ലേ. ഈ ഹാള് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഫോർക്ക് ലിഫ്റ്റുകൾ, റാക്കിങ്, പിന്നെ അതിൻ്റെ മെറ്റീരിയൽ, ഇമ്പോർട്ടഡ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ കോയമ്പത്തൂർ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളുണ്ടാകും. മെയിനായിട്ട് കോയമ്പത്തൂർ പ്രൊഡക്റ്റുകളാണ്. ചിലത് ജാപ്പാനിലൊക്കെ ഉണ്ടായതിനു ശേഷം ഇവിടെ സപ്ലൈ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതുണ്ട് എക്സിബിഷൻ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഓട്ടോമേഷൻ ഉണ്ട്. ഓട്ടോമേഷൻ അത് കാണാം. പിന്നെ റോബോട്ടിക് ഉണ്ട്. ഒരു വലിയൊരു എക്സിബിഷനാണ്. ഇന്ത്യൻ്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ എക്സിബിഷനായിട്ട് അതിനെ കരുതേണ്ടത്. ഇതുണ്ട്, അത്യാവശ്യം ഹെവി എക്യുപ്മെൻറ്റ്സ് ഒക്കെ മൂവ് ചെയ്യുന്നതാണ് ഇതല്ലേ. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ടിലാണ്. ഏകദേശം റിമോട്ടിൽ കൺട്രോൾ ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യും. So this is a continuous inkjet printer. This is Nilkamal brand. So in this printer you can print barcodes,
MRP, batch number, expiry date on any product. Okay. Like pharma products, water bottles, juice bottles, chips. Like this one, huh? Yeah, exactly. Okay. Like this one. Like this one. Okay. And any directed to the Directly on the product. Okay. You don't require any labels or anything Okay, to okay. stick on that your product. Directly it will print on the product. So I will show you a demo of this. Okay. So this can be printed. Yeah, it can be printed easy, huh? Yeah, it is very easy. And also you can print this on an extrusion line where pipes are coming. You're manufacturing of pipes, na? Whenever the extrusion of pipes happens, in that directly on the product you can print the name of the pipe, like brand of the pipe, Okay. and ISI symbol, the size, diameter of the pipe, everything can be done. Printed, huh? Yeah, it can be printed directly on the pipe. The cost The cost of the printer is approximately 2 lakhs. 2 lakhs. Yeah. With all equipment. No, only the printer. Only the printer. Yeah, only the This printer. This is conveyor. Conveyor will be costing separately around Separately. 25 to 30,000. I like that. Yeah. Okay. Maintenance scissor lip, okay. To carry people there. Yes. Okay. ആൾക്കാരെ കൊണ്ടുപോയിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്ന ഇതാണ് ഇത് പറയാം സിസർ ലിപ്പ് എന്നത് പേര് അറിയപ്പെടുന്നത്. ഇതിങ്ങനെ ഫോൾഡായിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് വരും ചെയ്യും അല്ലേ? ഫോൾഡിങ് ടോട്ടലി Yes. നെക്സ്റ്റ് കാണുന്നത് ഹാൻഡ് പാലറ്റ് ട്രോളി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ വലിയ ഗോഡൗണുകളിലൊക്കെ കാണാം. വലിയ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് വെക്കുന്ന സാധനം. അതാ ഈ സാധനമല്ലേ അതാ ഇതിൻ്റെ വേറെ രൂപം. ഇതിൻ്റെ പേരാണ് ഫുള്ളി ഇലക്ട്രിക് സ്റ്റാക്കർ എന്നാണ് പറയുന്നത്. This is a traction battery. Ah. Actually, this is traction battery using for that electric vehicle and forklift, scissor lift, and roll which that kind of usage. It is mainly for using for industrial purpose. ഇൻഡസ്ട്രിയൽ പർപ്പസ്. Industrial purpose only. This is a lead acid battery. ഓക്കെ. There are two kinds of batteries there, lead acid and lithium ion. So this kind of battery is using for that industrial purpose only. ഇൻഡസ്ട്രിയൽ പർപ്പസ്. Industrial purpose only. ഇത് കമ്പനി പേര് മൈക്രോടെക്സ്. Microtex. എവിടെ പ്രൊഡക്റ്റ് ഇത്? Bangalore. ബാംഗ്ലൂരാ? Yeah. ഓക്കെ. ഇത് ഫോർക്ക് ലിഫ്റ്റിൻ്റെ ഇതാണ് കമ്പനി. ഹെഫ്റ്റി എന്ന് പറയുന്ന കമ്പനി 3 ടണ്ണ് വരെ ഇത് ഭാരം ചുമക്കുന്നുണ്ടല്ലേ. അതിൻ്റെ ഫുൾ ഒരുപാടുണ്ട് ഇവിടെ. ഫോർക്ക് ലിഫ്റ്റുകളാണ് എല്ലാം കാണുന്നത്. மூவிங் அப் அண்ட் டவுன் எல்லாமே வந்து பவர்லேயே ஆப்ரேட் ஆகும். இது வந்து பார்த்தீங்கன்னா லிஃப்டிங் மட்டும் தான் போகும். Stacker means, can you just tell me? Stacker is a loading board. Like lightweight? Yeah. Lightweight, huh? So multiple rotations. ഇതെല്ലാം Transportation. This is scaffolding. scaffolding, okay. New type scaffolding, huh? Or not old type? അത് സ്കാഫോൾഡിങ് നമ്മൾ നാട്ടിലോ കാണുന്നില്ലേ, സ്റ്റെപ്പായിട്ട് വെക്കുന്നത്. ഇതുണ്ട് വേറൊരു ഫോർക്ക് ലിഫ്റ്റ്. അത് സ്റ്റാർട്ട് ചെയ്താണ് സാമ്പിൾ DBX എന്ന് പറയുന്ന കമ്പനി. എല്ലാം ഫോർക്ക് ലിഫ്റ്റാണ്. ഇതിൻ്റെ ഈ സ്റ്റോളുകൾ കാണുന്ന മുഴുവൻ ഫോർക്ക് ലിഫ്റ്റ് നമ്മൾ കാണുന്നത്. chemical
tanks. കെമിക്കൽ ടാങ്ക്സ് സ്റ്റോറേജസ് പർപ്പസിലെല്ലാം. കമ്പനി നെയിം ശ്രീവാരി. ഇതെല്ലാം ഇതാണ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് മെറ്റീരിയൽ ഫുള്ള് കാണാം നമുക്കിവിടെ. This one 400 kg capacity trolley. Okay. This one foldable trolley. Foldable. Okay. This foldable. There are Easy to carry. Yeah, easy to carry. 2 wheels are fixed and 2 are swivel. Oh, I see. Yeah. This is PVC material. Okay. You can put your material here and easy to move. PVC, yeah? Yeah, PVC. We have metal trolley also available, case trolley also available. That is metal trolley. Checkered sheets. Okay. Also foldable, huh? Yeah, this one also foldable. Okay. Oh, It has 6 inches width. 6 inch. Two This one, swivel. huh? Yeah. This one is heavy for rough work. And this one? Case basket trolley. Basket for supermarkets? Yeah. This one also foldable. Oh, okay. Yeah. This one also foldable. Also fiber? Yeah, fibers. ഫൈബർ മെറ്റീരിയൽ ആണ് ഇത്. അത് ഫൈബർ മെറ്റീരിയൽ. ഇത് സാധാരണയുള്ള മെറ്റീരിയൽ GIൻ്റെ. ഇത് എത്ര കോസ്റ്റ് വരുന്നത് സാർ ഇത്? This one's at regular price 8,000 rupees. ഫോർ ഹിയർ 6,800. Yeah. താങ്ക് യു. നമ്മൾ ഈ കാണുന്നത് ഫോർക്ക് ലിഫ്റ്റിൻ്റെ ഡിഫറെൻറ്റ് മോഡലാണ്. ഇതിന് ഈ ഫോർക്ക് ലിഫ്റ്റിൻ്റെ വരുന്നത് 6 ലക്ഷം രൂപ വരുന്നത്. 6 ലക്ഷം ഇതല്ലേ? ഇത് പാലറ്റ് റാക്കിംഗ് ആണ് ഇത് വരുന്നതല്ലേ? ഇത് വലിയ ഗോഡൗണുകൾ, വലിയ ഹെവി സൂപ്പർ മാർക്കറ്റിലൊക്കെ അധികം കാണുന്നത്. 4000 കിലോഗ്രാം വരെ വെയിറ്റ് താങ്ങും. പാലറ്റ് ട്രാക്കിൻ്റെ ഡിഫറെൻറ്റ് സൈസുള്ള സാധനങ്ങളായി വെച്ചതൊക്കെ. നമ്മൾ ഈ സൈഡിൽ ഇപ്പോഴും കണ്ടത് റാക്കുകൾ, ഫോർക്ക് ലിഫ്റ്റ് ഐറ്റംസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി നമ്മൾ പോകുന്നത് ഓട്ടോമേഷന്, റോബോട്ടിക് അങ്ങനത്തെ സ്റ്റോളുകൾ കാണാം. ഓട്ടോമേഷൻസ്. Yeah. Okay. Then this is a HMIs. HMIs, servo motor, servo drive, PLC. Okay. All different kind of. Yeah. All different Then what is kind this? of things, sir. We are using for the industrial end-to-end solution. Nedec, company name. Yeah. Nedec. Yeah, this is the servo drive and PLC HMIs are from Okay. Flexum. Okay. These products are from Flexum brand. PLCs, HMIs, IoTs. Okay. We are doing the industrial automation for the end-to-end solution for the company, sir. ഇസൂസുവിൻ്റെ ഓട്ടോമേഷൻ ഡീലിംഗ് സെയിൽസ് ഒക്കെ ചെയ്യുന്നവരാണ് ഇവർ. പ്ലീസ് ടെൽ മീ സർ. Yes, of course. I will tell in the Tamil itself. Any, no problem. No, it's not. So actually, Isuzu வந்துட்டு நமக்கு என்னன்னா கமர்ஷியல் அண்ட் பர்சனல் செக்மெண்ட்ஸ் 2 டைப் ஆஃப் வெஹிக்கிள் இருக்கும் நமக்கு. ஸோ கமர்ஷியல்னு சொல்லி போகிறப்போ உங்களுக்கு என்னென்னா சிங்கிள் கேபின் அண்ட் டபுள் கேபின் ஆப்ஷன்ஸ் இருக்கும். ஸோ சிங்கிள் கேபினில் வந்து நம்ம நார்மலாக டிமேக்ஸ் அண்ட் ஃப்ளாட் டெக் அப்படின்னு சொல்லுவோம். இன்க்ளூடிங் ஆஃப் கேபின் சேசஸ் வெஹிக்கிள் இருக்கும். இதே வந்துட்டு உங்களுக்கு அதே மாதிரி உங்களுக்கு கமர்ஷியல் வந்து பார்த்திங்கன்னா க்ரூ கேபின் ஆப்ஷன்ஸ் லைக் எஸ்கேப் அண்ட் எஸ்கேப் ஜின்னு சொல்லி 2 வேரியன்ட் இருக்கும். ஸோ இதை நம்ம பார்த்துட்டு இருக்கிறது எஸ்கேப் ஜி மாடல் இஸ் அ டாப் ஒன் வேரியன்ட்டு 2024 நம்ம லான்ச் பண்ணோம். ஸோ இந்த வெஹிக்கிளில் பொறுத்த வரைக்கும் நியூ மாடலா இது? இஸ் a new model. Yes. ஸோ நிறைய கஸ்டமர்ஸ் இந்த வெஹிக்கிள் வந்து பார்த்தோன்னா கமர்ஷியல் பர்சனல் யூஸ் 2 ஆப்ஷனுக்கு எடுத்துக்கலாம். Okay. அட் த சேம் டைம் இந்த வெஹிக்கிளுக்கு என்ன பார்த்தீங்கன்னா இட்ஸ் பேட்ச் லைசன்ஸ் யூனிஃபார்ம் அப்படின்றது இட்ஸ் நாட் ஆன் அ கம்பல்சரி. ஸோ எனி ஒன் கேன் டிரைவ் திஸ் வெஹிக்கிள். ஸோ திஸ் ஒன் ஆஃப் த பெஸ்ட் மல்டி யூஸ் வெஹிக்கிள் அப்படின்னு சொல்லலாம். ഓക്കെ. പാക്കേജിങ് മെഷീനറിയാണ് നമ്മളീ കാണുന്നത്. അങ്ങനെ പാക്കേജ് ചെയ്യുന്ന മെഷീനറികളാണ് ഇതെല്ലാം.
ഇത് കൺവെയർ ആണ് ശരിക്കും. ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന പുതിയ ഓട്ടോമേഷൻ, പുതിയ നല്ലൊരു അടിപൊളി സംഭവമാണല്ലേ. ഇത് റീസൈക്ലിംഗ് കമ്പനികളിലേക്കുള്ളതാണ് ഇത്. കാരണം ഇത് പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് കളേഴ്സ് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കും അല്ലേ മെഷീന്. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന മെഷീനാണിത്. ഓക്കെ 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 താങ്ക് യു. എക്സ്പോർട്ടിക്ക് ബേസ് യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ. നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബേസ് വെച്ച് ഇതിൻ്റെ മേലെ സാധനങ്ങൾ ലോഡ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ. ഇത് പ്രസ് വുഡ് പിന്നെ ഉപയോഗിക്കുന്ന കൊയറിലും പ്രൊഡക്റ്റിലും ഉണ്ടാക്കുന്നത്. அட்வான்டேஜ்னா உங்களுக்கு எக்கோ ஃப்ரெண்ட்லி. பார்த்தீங்கன்னா உங்களுக்கு ஸ்டாம்பிங் மிஷினில் வந்து இது வந்து ஃபுல்லி ஆட்டோமேட்டிக் டைப். இந்த ஃபுல்லி ஆட்டோமேட்டிக் டைப் எதுக்காக யூஸ் ஆகுதுன்னா உங்களுக்கு பாக்ஸ் சைஸ் குறிப்பிட்ட பாக்ஸ் சைஸ் மட்டும் தான் பண்ண முடியும். 800 600 பாக்ஸ் சைஸ் மட்டும் தான் பண்ண முடியும். இதுனா நார்மலாக நீங்கள் பாக்ஸை வச்சுட்டு உங்களுக்கு பட்டன் ப்ரெஸ் பண்ணிட்டு உங்களுக்கு ஸ்டாம்பிங் நடந்துடும். அதே பட்டன் ப்ரெஸ் பண்ணாட்டி நீங்கள் ஆட்டோமேட்டிக்கில் மோடில் போட்டிங்கன்னா உங்களுக்கு இந்த ரோலர் மேலே வச்சிங்கனாலே உங்களுக்கு கண்டினியூஸாக ஸ்டாம்பிங் நடந்துகிட்டே இருக்கும். റോബോട്ടിക് അങ്ങോട്ട് സാധനങ്ങൾ മാറ്റാൻ അതായത് പിക്ക് ആൻഡ് പ്ലേസും പാലറ്റൈസിങ് ചെയ്യാനായിട്ട് പാലറ്റൈസിങ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡെമോ കാണിച്ചിരിക്കുന്നത്. ലൈക്ക് സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് എവരി ലൈക്ക് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. അവരെ മേ ബി ലൈക്ക് അതല്ലാണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മൾ പാക്കിങ്ങും സെക്കൻഡ് പാക്കിങ് അതുപോലത്തെ ചെയ്യാൻ പറ്റും. താങ്ക് യു. ഹൈ പ്രഷർ വാഷർ മെഷീനാണ് ഇത്. ഇത് ഈ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ് കമ്പനികൾക്ക് വേണ്ടിയുള്ള മാനുഫാക്ചേഴ്സിനുള്ള ഓരോ ഐറ്റംസാണ്. அந்த டாப்பிங் மிஷின் எவ்வளோ சார்? So P3 is organized already 4 editions. 2 editions we have completed at Hyderabad. One is it in Visakhapatnam and 4th edition in Vijayawada. And first time we are coming at Chennai. It is the 5th edition, sir. The dates will be April 10, 11, 12, 13. We are expecting around more than 250 plus stalls across the pan-India. വലിയ വലിയ പ്രൊഡക്റ്റൊക്കെ അതുപോലെ പാക്ക് ചെയ്യുന്ന മെഷീൻസാണ് ഈ കാണുന്നത്. ഇതല്ലേ ഇതുപോലുള്ള വലിയ ബോക്സസൊക്കെ ഡ്രസ്സായിട്ട് ഇതിന് സ്ട്രെച്ച് ഫിലിമിനോണ്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് നമുക്കുണ്ട്, മെഷീനറീസ്. இதெல்லாம் பெரிய விஷயம் நினைச்சாங்கன்னா அவங்க ப்ராப்ளம் இல்லை. இன்வெஸ்ட் பண்ணாங்கன்னா அவங்களுக்கு ட்ரபிள் ஃப்ரீயாக இருக்கும். மற்ற மிஷின்னா மூவிங் காம்பனன்ட்ஸ் நிறைய இருக்குது. 3 லட்ச ரூபாய்க்கு ஒரு மிஷின் 10 இது வேணா ഡയപ്പർ ഡിസ്ട്രോയർ ആണിത്. അതിൻ്റെ മെഷീൻസാണ്.
ഷഡഡ് മെഷീൻ എന്ന് വെച്ചാൽ ഇതിൽ പേപ്പേഴ്സ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് ആവുന്നത് ഇതാ. അപ്പോൾ ഈ ഭാഗം നമ്മൾ കണ്ടത് കംപ്ലീറ്റ് ഫോർക്ക് ലിഫ്റ്റ്, റാക്സ്, അതിൻ്റെ ഫാക്ടറികളാണ്. ഫാക്ടറികളോട് ഡിസ്പ്ലേ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി പോകുന്നത് റോബോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇത് ഭയങ്കര ഒരു വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു എക്സിബിഷനിൽ ഒന്നാണ് ശരിക്കും ഇത്. ഏറ്റവും വലിയ ബിസിനസ്സുകാർ, അതിൻ്റെ ഫാക്ടറികൾ, അതിൻ്റെ മെഷീനറി കമ്പനികളൊക്കെ വന്നിട്ട് ഇവിടെയാണ് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 3 ദിവസമേ ഉള്ളൂ ശരിക്കും. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് ഞാൻ വന്നത്. ജസ്റ്റ് അത് അറിഞ്ഞിട്ട് വന്നതാണ്, എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതല്ല വലിയ മെഷീൻസ്, മാനിറ്റോ, ഇതൊക്കെ ജപ്പാൻ മെഷീൻസാണ്. സർ ഇത് ജപ്പാനീസാ? ഫ്രാൻസാ? then ഇത് how many tons? 4 ton capacity and 17 meters lifting capacity. 17 meters. 17 meters. ഇതെല്ലാം സെയിമാ നിന്റെ പ്രോഡക്റ്റാ? That is scissors lift. This is fork lift. That is അത് പേരെന്താണ്? Reach truck. Reach truck. ഇത് ഫ്രാൻസ് കമ്പനിയാണ് നമ്മൾ അത് കണ്ടത്. സർ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ? നോ, ജർമ്മനിയാ? അത് ഫ്രാൻസ്. ഓക്കെ, ജർമ്മനി. ഇത് കോയമ്പത്തൂർ കമ്പനിയാ? ഓക്കെ. ഇത് ടാർക്ക് പുതിയ ന്യൂ മോഡലാ? ന്യൂ കമ്പനിയാ? இல்ல நம்ம 2017ல இருந்து இருக்கோம். ஓகே. இன் கேம்பஸ் வெஹிக்கிள்ஸ் எல்லாமே பண்ணிட்டு இருக்கோம். ஓகே. இண்டஸ்ட்ரீஸ், டெக்ஸ்டைல்ஸ், ரயில்வே ஸ்டேஷன்ஸ், டெக்ஸ்டைல்ஸ், டைரி இண்டஸ்ட்ரீஸ் எல்லா பக்கமே நம்ம கொடுத்துட்டு இருக்கோம். இது பாசஞ்சர் அல்ல இது இந்த வெஹிக்கிள் வந்து ஆன் ரோட் ரெஜிஸ்ட்ரேஷன் மாடல் லோடர் வெஹிக்கிள். இது 2 டைப்ஸ் இருக்கு. 750 kg and 1 ton. 1 ton. ஓகே. அதெல்லாம் என்ன சார் இது? இது எல்லாமே வந்து இதெல்லாம் எത്ര കോസ്റ്റ്? இது வந்து 3,85,000 வருது. 3,85,000. ഗുഡ്സ് കാരിയർ അല്ലേ? ഗുഡ്സ് കാരിയർ. ഇത് കോയമ്പത്തൂർ ഉണ്ടാക്കുന്ന പുതിയ മോഡലാണ്. 2017 പക്ഷെ ഇപ്പോഴാണ് അത് പബ്ലിക് ഓൺ റോഡ് ഇപ്പോഴാണ് അവർ ഇറക്കുന്നത്. ഇത് സാർ ഇത് ബ്രിക്സിനാണ് ഫോർക്ക് ലിഫ്റ്റ്. ലയാസ് ഇത് 1 feet ഹൈറ്റ്. ഓക്കെ. 500 kg പേലോഡ്. 500 kg. ഇലക്ട്രിക് ഫോർക്ക് ലിഫ്റ്റ്. ഇലക്ട്രിക്, ഫുൾ ഇലക്ട്രിക്. അത് ഇലക്ട്രിക്കാ? ഫുള്ളി ഇലക്ട്രിക്. ഇതെല്ലാം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഇത് ലൈക്ക് ലൈക്ക് റീസൈക്കിൾ ഇൻ ക്യാമ്പസ് ஒரு கம்பெனி, அந்த மாதிரி இண்டஸ்ட்ரீஸ்க்குள்ள யூஸ் பண்றதுக்கான வெஹிக்கிள். ஓகே. இது கேரியிங் குட்ஸ் 400 kg, 700 kg, 1 ton, 1.5 ton எல்லா வெஹிக்கிள்ஸுமே நம்மகிட்ட இருக்கு. ஓகே. கஸ்டமைசேஷன் பண்ணி ஆல் எலக்ட்ரிக்கா? ஆல் எலக்ட்ரிக். அது டிப்பர் இருக்கு. டிப்பர் அது. இது டிப்பர் எത്ര சார் வெயிட்? டிப்பர் வந்து அக்ரி ஃபீல்டிங்ல யூஸ் பண்ணலாம். உங்களுக்கு 3 lakhs ல ஸ்டார்ட் ஆகுது. இது வந்து எலக்ட்ரிக் டிப்பர். ஓகே. அக்ரிகல்ச்சர் பர்பஸ்க்கு எல்லாமே யூஸ் பண்ணலாம். ஓகே. ஈவன் ஹில்ஸ் ஏரியாலயுமே இது யூஸ்ஃபுல்லா இருக்கும். லைக் a new product, yes. ഇത് ബാങ്ക് സീലിംഗ് വിത്ത് നൈട്രജൻ ആണ്. നോർമലായിട്ട് നമ്മൾ ബാങ്ക് സീലിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് തുടക്കം 15,000 മുതൽ. ഇത് ബാങ്ക് സീലിംഗ് വിത്ത് നൈട്രജൻ. ഇത് സ്പെഷ്യൽ എന്തിനാന്ന് വെച്ചാൽ ഉള്ളിൽ നമുക്ക് എയർ ഫിൽ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ചിപ്സ് ഒക്കെ പാക്ക് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ ക്രിസ്പിനെസ് പോവാതിരിക്കാനായിട്ട് എയർ ഫില്ല് ചെയ്തിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ കഴിയും. ഇത് എയർ ഫില്ലും കൂടെ ചെയ്യും. പാക്കേജിന്റെ കൂടെ എയർ ഫില്ലും ആവും. എന്ന് വെച്ചാൽ സാധനം ഡാമേജ് ആവില്ല. അതിൻ്റെ ക്രിസ്പിനെസ് അങ്ങനെ ഉണ്ടാവും. സോ ഇതിൽ നോർമൽ ഇതില്ലാണ്ട് നോർമൽ പാക്കിംഗ് മെഷീൻ. ഇതെവിടെ? കോയമ്പത്തൂർ ഫാക്ടറി? കോയമ്പത്തൂർ ശരവണപ്പട്ടിയാണ് നമ്മുടെ ഓഫീസ് ലൊക്കേഷൻ. അതെല്ലാം നിങ്ങളിൽ ഇൻക്ലൂഡഡാ? അത് നമ്മുടെയാണ്. ശരി. അതെന്താ ഐറ്റം? ഇത് വന്നിട്ട് അത് മറ്റേ ട്രാപ്പ് ചെയ്തല്ലേ? പിന്നെ വരുന്നത് നമുക്ക് ബാങ്ക് സീലിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് 25 kgs ആണ് ഇതിന്റെ കപ്പാസിറ്റി. സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നമുക്ക് 5 കിലോ 15 കിലോ പാക്ക് ചെയ്യാം. ബാഗ് പാക്കേജ്. പിന്നെ ഇത് കാണുന്നത് ഇത് നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗ് ആണ്. ബാറ്റർ ബ്ലെൻഡർ വിത്ത് ഫില്ലിംഗ്. നമ്മുടെ ദോശമാവ്, ഇഡ്ലി മാവിന്റെ മുകളിൽ നമുക്ക് ബ്ലെൻഡർ ആണ്. താഴെ നമുക്ക് ഫില്ലിംഗ് മെഷീൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
സോ ഇത് വന്നിട്ട് നമുക്ക് 100 ഗ്രാം മുതൽ 1 കിലോ വരെ നമ്മുടെ കവറിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. സോ നോർമലി ഇത് 5 കിലോ, ഇത് വേറെ, ഇത് 1 kg അല്ലേ? 1 kg ഇത് വന്നിട്ട് വരും സീലിംഗ് മാത്രം. ഇത് ഫില്ലിംഗ്, അതായത് ഇത് ഫില്ല് ഇതിൽ നമുക്ക് ഓക്കെ. കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് കുടുംബശ്രീ. അതെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ കാണുന്ന എല്ലാ മെഷീനും നിങ്ങൾക്ക് സിംഗിൾ ഫേസ്. ഇതിന്റെ ചെറിയ മോഡൽ അത് ഇതെന്താ മോഡല്? ഇത് വന്നിട്ട് സ്റ്റാക്കർ കൺവെയർ ആണ്. നമ്മുടെ പൗച്ചസിൽ MRP എക്സ്പയറി ഡേറ്റ്. ഓക്കെ. സോ ഇതിൽ എന്താണാവോ കണ്ടന്റ് അതെന്താ സംഭവം? അത് ഓട്ടോമാറ്റിക് പൗച്ച് പാക്കിംഗ്. ഓക്കെ. നമുക്ക് ഗ്രാനുവൽസ്, മില്ലറ്റ്സ്, സീഡ്സ്, പിന്നെ അതേപോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി 50 ഗ്രാം മുതൽ 1 കിലോ വരെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൽ തന്നെ വെയിങ്, പാക്കിംഗ് ആൻഡ് സീലിംഗ് അല്ലേ? ഇതിന്റെ ഔട്ട്പുട്ട് ആണെങ്കിൽ ഓക്കെ. സോ ഇത് നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗ് ആണ്, കോയമ്പത്തൂർ അല്ലേ? കോയമ്പത്തൂർ. നല്ല റാപ്പ് ചെയ്യുന്ന മെഷീൻ, റാപ്പ് ചെയ്തു. സ്പെയർ പാർട്സാ എല്ലാം? സെയിൽസ് സർവീസ് എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. ഇതെന്താ ഐറ്റംസ് ഇതിലോ? റിമോട്ട്സാ? ഓക്കെ. ടാപ്പ് പ്രൊഡക്ഷൻ, അത് എല്ലാത്തരം ടാപ്പുകൾ, സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള എല്ലാ ടാപ്പുകളും ഉണ്ടല്ലേ? ഇത് ഹിറ്റാച്ചിന്റെ മെഷീനാണ്. ബാച്ച് കോഡെല്ലാം ഡയറക്റ്റ് പ്രൊഡക്റ്റ് പ്രിന്റിങ്. നമുക്ക് ഏതിൽ വേണമെങ്കിൽ സാമ്പിൾ ഒന്ന് അടിക്കാം. നമ്മൾ കണ്ടിരുന്നു അവിടെ, അതിന്റെ വേറൊരു രൂപമാണിത്. ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഓക്കെ. സൗത്ത് ഇന്ത്യയിലെ അവരുടെ ഡീലേഴ്സ് മാത്രം പ്രൊഡക്റ്റ് അവിടെ നിന്ന് വരിക. ഹിറ്റാച്ചിയുടെ ഒറിജിനൽ സാധനം ജപ്പാൻ സാധനം. അത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ചെയ്യുന്നത് നമ്മളാണ്. ഇതിപ്പോ പൗച്ചാണെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജാണ് വേണ്ടത് വെച്ചാൽ അതിവിടെ. ഓക്കെ. എന്താ വേണ്ട വെച്ചാൽ നമ്മളത് പ്രിന്റ് ചെയ്യും അല്ലേ? ഇതിൽ എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൻസറാണ്. പാക്കറ്റ് വെച്ച് വിടുമ്പോൾ സെൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ പ്രിന്റ് ആയിട്ട് പ്രിന്റ് ഇതിങ്ങനെ പ്രിന്റ് ആയിട്ട് വരും അല്ലേ? യെസ്. ഓക്കെ. ഇത് എല്ലാത്തിലും പ്രൊഡക്റ്റിലേക്കും പ്രിന്റ് ചെയ്ത പൈപ്പ് ഇങ്ങനത്തെ ബോട്ടിൽസ്, പ്ലാസ്റ്റിക്സ് എല്ലാത്തിലേക്കും പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മെഷീന്റെ പ്രത്യേകത. റണ്ണിംഗ് കോസ്റ്റും കുറവാണ്. കണ്ടെയ്നർ അറസ്റ്റഡ് ബാഗ്. ഓക്കെ. Oh, this is like it's a cushioning material. Okay. Inside box packing material. Box packing material. Like you computers and packing. This is fragile items packing material. Okay. Like And glass also bottles like I see like look computers, something printers, like all can be packed. Any kind of a packing materials like breakable, unbreakable, scratches, damage, yes, packing products only available here. like all this, huh? Yes. We have a bubble wraps. Okay. എന്താ പേര്, കമ്പനി പേര്? Company name Iritex Premier India. ഇവിടെ ബോർഡ് ഇല്ല. Authorized distributor for Whale Mail Enterprises. സെയിം ആ? Okay. Thank you. ഇതെന്നാ ഇത്? Bubble wraps. Bubble drums. Okay. Bubble wraps. Packing purpose. Courier envelopes. Your product or imported? Our product. Gym mats. Gym mats. Okay. Okay, and this one? Basically all these items which goes for packing material for automobile engineering. Okay. For glass packing. Okay. For furniture packing. Yeah. Application, lot of applications are there. And these are all customized customer requirements. Customized packaging. Customized packaging. And other last? That material is used for insulation purpose. Insulation purpose. Thank you.
ഇത് ഇൻസുലേഷൻ പർപ്പസ് അങ്ങനെ എല്ലാത്തരം പാക്കേജിങ്ങിന് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസിൻ്റെതാണ് ആ വൈറ്റ് കണ്ടത്. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പാക്കേജിങ്ങിൻ്റെ കവറുകൾ ഇവരുണ്ടാക്കി തരും. ഓട്ടോമാറ്റിക് പാക്കേജിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതെല്ലാം ഓട്ടോമാറ്റിക് പാക്കേജിങ് മെഷീൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്മോൾ പാക്ക് ഇതുമാതിരിയുള്ള പാക്കേജിങ്ങിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കോയമ്പത്തൂർ മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതും സിമിലിയർ. ഇത്തരം അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഇത്തരം പാക്കേജുകളാണ് ഇത്. Okay. Fully automated, sir? Yeah, all are fully automatic only. They can. ഇതെല്ലാം അളന്നതിന് ശേഷം അപ്പുറത്തെ മെഷീനിൽ കൊടുത്തിട്ട് ചെയ്യുന്നതാ. ബോക്സ് ലിഫ്റ്റിംഗ് ആൻഡ് പാക്ക് ലൈക്ക് palletizing. We can do different things also, right? Lift, packing, unpacking, loading. We can do more things. Building also. Made from? Its main headquarters is in Singapore. Singapore, but production line, manufacturing, everything is from Japan. Actually. Japan, ബെഡ്, പില്ലോ, ഇതിൻ്റെ ഒക്കെ കവർ പാക്ക്. സർ, പാക്കിംഗ് ദിസ് കവേഴ്സ്, യു ആർ മേക്കിംഗ് കവേഴ്സ്. എല്ലാത്തരം കവർ, ഇതുണ്ടല്ലേ പ്ലാസ്റ്റിക്, എല്ലാത്തരം പാക്കേജിങ് കവറുകളാണ്. ബെഡ്, വലിയ വലിയ പാക്കേജിങ്ങിൻ്റെ ഇതുണ്ടല്ലേ, ഇത്തരം ബെഡിനൊക്കെ ഫുള്ള് പാക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. This is fully automated vending machine. Vending machine, okay.
ஸோ இது பார்த்தீங்கன்னா நம்ம வந்து நார்மலாக வந்து ஒரு எனி கைண்ட் ஆஃப் ப்ராடக்ட்ஸ் வீ கேன் ப்ளேஸ். இது ஒரு சில டெடிக்கேட்டடான ப்ராடக்ட்ஸ்க்காக பண்ணுறாங்க. நார்மல் யூஸ்வல் வெண்டிங் மிஷின் பார்த்தீங்கன்னா பேக்டு ஐட்டம்ஸ், ஜூஸஸ் இந்த மாதிரி தான் வைக்க முடியும். இதில் பார்த்தீங்கன்னா ஒரு கீ ஆகட்டும், ஒரு ஹனி பாட்டில், anything can do. Only not for only food. We can place any mobile phones. Or future maybe we can keep in mall. We can place mobile phones, electronics. എന്ത് വേണമെങ്കിലും ഇതിൽ പ്രൊഡക്റ്റ് വെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? എവരിത്തിങ് മോസ്റ്റ്ലി. ഗ്ലൂയിങ് സൊല്യൂഷൻസ് ഐ മെഷീൻസ് ഉപയോഗിക്കുന്നതല്ലേ? അപ്പോൾ ഏകദേശം മാക്സിമം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഏറ്റവും വലിയ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തോന്നുന്നു, ഫാക്ടറികൾ, അവിടുത്തെ ഓണർമാർ, വലിയ മെഷീൻസൊക്കെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു കേരളത്തിൽ ഇത് എക്സിബിറ്റ് ചെയ്യില്ലെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ ഇൻഡസ്ട്രീസ് കുറവായതുകൊണ്ട് ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ബോംബെ, പിന്നെ ഇങ്ങനത്തെ വലിയ സിറ്റികളിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എവിടെ ഇതിൻ്റെ ഇതേപോലുള്ള എക്സിബിഷൻ നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ പിന്നെ നിങ്ങളെ കാഴ്ച ഒരു സ്പെഷ്യൽ കാഴ്ച, നമ്മളെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു എക്സിബിഷനാണ് ഹെവി ഇൻഡസ്ട്രിയൽസിൻ്റെ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ പറയുന്നു.